Welcome to BSC main physics class, first year, semester 1, first class M1, main 1, chapter 1, dynamics of rigid bodies. അപ്പോൾ BSc ഫിസിക്സിൻ്റെ ഒന്നാം വർഷം സെമിസ്റ്റർ 1ൻ്റെ ക്ലാസ് ആരംഭിക്കുകയാണ്. ഇവിടെ മെയിൻ പേപ്പറാണ് ആദ്യം ഡിസ്കസ് നമ്മൾ ചെയ്യുന്നത്. ആദ്യ ചാപ്റ്റർ ഡൈനാമിക്സ് ഓഫ് റിജിഡ് ബോഡീസ് എന്നുള്ള ചാപ്റ്ററാണ് ആദ്യം പറയുന്നത്. അപ്പോൾ അതിൻ്റെ സിലബസ് ഓഫ് ദി ഫസ്റ്റ് ചാപ്റ്റർ ഈസ് ഗിവൺ ഹിയർ. യു ക്യാൻ കോപ്പി ഡൗൺ ഓൾ ദി റെലവൻറ്റ് പോർഷൻസ്. കംപ്ലീറ്റ് നോട്ട്സ് ഈ ക്ലാസ്സിനകത്ത് കാണാം, പ്രത്യേക നോട്ടിൻ്റെ ആവശ്യമില്ല. ഇതിനകത്ത് തന്നെ നോട്ട് കംപ്ലീറ്റ് നമ്മൾ കൊടുക്കുകയാണ്, ക്വസ്റ്റ്യനും ആൻസറും സഹിതം കൊടുക്കുകയാണ്. അപ്പോൾ അത് എഴുതി ഒരു നോട്ട് ബുക്കിനകത്ത് എഴുതി അങ്ങ് പഠിച്ചാൽ മതി. എല്ലാ സ്റ്റെപ്പുകളും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ആ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ സിലബസ് ഇതാണ്. മെക്കാനിക്സ് ചാപ്റ്ററിൻ്റെ സിലബസ് അത് കൊടുത്തിരിക്കുന്നത് ഇവിടെ 7 മണിക്കൂർ ക്ലാസ്സാണ് ആദ്യം. മെക്കാനിക്സ് 22 മണിക്കൂറുണ്ട്. ഇപ്പോൾ ചാപ്റ്റർ 1 യൂണിറ്റ് 1 ഡൈനാമിക്സ് ഓഫ് റിജിഡ് ബോഡീസ് ആണ്. അതിനകത്ത് വരുന്ന ഇക്വേഷൻസ് മോഷൻ ഫോർ റൊട്ടേറ്റിംഗ് റിജിഡ് ബോഡീസ്, ആംഗുലാർ മൊമെൻറ്റം ആൻഡ് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ, തിയറംസ് ഓൺ MI മീൻസ് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ, calculation MI of bodies of regular shapes, uniform rod, ring, disc, annular ring, salt cylinder, hollow cylinder and salt sphere, kinetic energy of rotating and rolling bodies, torque, determination of moment of inertia of a flywheel, theory, experiment and applications. അപ്പോൾ ഇതാണ് യൂണിറ്റ് 1ൽ കവർ ചെയ്യുന്ന ടോപ്പിക്. ഇത് 1 by 1 നമ്മൾ ആ ഓർഡറിൽ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ഇത് പഠിക്കാനായിട്ട് ഇത്രയും കാര്യങ്ങൾ ഒന്നും അത്യാവശ്യം അറിഞ്ഞിരിക്കണം. ഇത് +1 ക്ലാസ്സിൽ പഠിക്കുന്നതാണ്, അതൊന്നും അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിൽ എല്ലാം ഡിസ്കസ് ചെയ്തില്ലെങ്കിൽ കുറച്ച് ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, അത്യാവശ്യമുള്ള കാര്യം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. നമ്പർ 1 ആംഗുലാർ വെലോസിറ്റി ഒമേഗ, W പോലെ എഴുതും. ആംഗുലാർ വെലോസിറ്റി, രണ്ടാമത്തെ V is R-omega റിലേഷൻ. +1 ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചു കാണും. റൊട്ടേറ്ററി മോഷനകത്ത് പഠിച്ചു കാണും, അല്ലെങ്കിൽ സർക്കുലർ മോഷനകത്ത് പഠിച്ചു കാണും. നമ്പർ 3 ആംഗുലർ ആക്സിലറേഷൻ, SECN ആക്സിലറേഷൻ വായിക്കണം. ആൽഫ ആൻഡ് A = R-alpha റിലേഷൻ. ടോർക്ക് ടു R ക്രോസ് F എന്ന് പറയുന്ന റിലേഷൻ. ആംഗുലർ മൊമെൻറ്റം L is I-omega or L is mv into R or L is R ക്രോസ് P എന്ന് പറയും. L ആംഗുലാർ മൊമെൻറ്റം, R റേഡിയസ് വെക്റ്റർ, P ലീനിയർ മൊമെൻറ്റം. അപ്പോൾ അതിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ടോർക്കും ആംഗുലാർ മൊമെൻറ്റും ഒക്കെ ഇവിടെ പറയുന്നുണ്ട്, ആംഗുലാർ വെലോസിറ്റിയും പറയുന്നുണ്ട്. നിങ്ങൾ ഓർമ്മയ്ക്ക് വേണ്ടി നിങ്ങൾ +1 ക്ലാസ് ടെസ്റ്റ് നോക്കിയാലും മതി, അല്ലെങ്കിൽ ഇവിടെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. വേറെ ഒരു റെഫറൻസും ഇല്ലെങ്കിലും ഇതിൽ നിന്നെല്ലാം കിട്ടും. പിന്നെ അടുത്തത് ലോ കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം. ഇത്തരം കാര്യങ്ങൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടതാണ് നമ്മുടെ സിലബസ് പ്രകാരമുള്ള കാര്യം പഠിക്കാനായിട്ട്. അപ്പോൾ ഞാനത് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ ആരംഭിക്കുകയാണ്. ആദ്യത്തത് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണെന്ന് പറയുകയാണ്. പടം നോക്കുക. ഒരു പാർട്ടിക്കിൾ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് കാണിക്കാനുള്ള ചിത്രമാണ് വരച്ചിരിക്കുന്നത്. ഒരു പാർട്ടിക്കിൾ ആദ്യം എയിലിരിക്കുന്നു, അല്പം കഴിയുമ്പോൾ ബിയിലെത്തും. തീറ്റയാണ് നടക്കുള്ള ആംഗിൾ. ആ തീറ്റയെ വിളിക്കുന്ന ഒരു ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്. കൺസിഡർ എ സർക്കുലർ മോഷൻ. The center of circle is so, the particle is initially at A, after a time t second it reaches B, the radius vector makes an angle theta at the center, theta is called angular displacement. അപ്പോൾ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണെന്ന് പറയുകയാണ്. കൺസിഡർ ആൻ ഒബ്ജക്റ്റ് മൂവിങ് along the circumference of a circle with the center O. At any instant let A be the position of the object. There is position vector is OA vector is called radius vector. At another instant of time let B be the position of the object and hence OB vector is the new radius vector. Vector അറിയാമല്ലോ, OBയുടെ മുകളിൽ വരയിട്ട് ഒരു ആരോ ഇട്ടാൽ മതി. Then the angle theta radians that the radius vector has swept is called angular displacement of the object during the interval. അപ്പോൾ പാർട്ടിക്കിൾ ഒരു ഒബ്ജക്റ്റ് എയിലാണ്, കുറച്ച് കഴിയുമ്പോൾ ബിയിലെത്തും. റേഡിയസ് വെക്ടർ ആദ്യം OA ആണ്, പിന്നീട് OB ആണ്. റേഡിയസ് വെക്ടർ ആ സെൻറ്ററിൽ സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ, മേക്ക് ചെയ്യുന്ന ആംഗിൾ, അതിനെ തീറ്റ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയും. അല്ലെങ്കിൽ ഇത്രയേ ഉള്ളൂ. ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് is the angle
described in a time t second. Angular displacement is the angle theta described by the radius vector in a time t second. ഈ ആംഗിൾ അളക്കുന്നത് റേഡിയനിലാണ്. അറിയാമല്ലോ, ഒരു ബിന്ദുവിൻ്റെ ഒരു പോയിന്റിൻ്റെ ചുറ്റുമുള്ള ആകെ ആംഗിൾ 2π റേഡിയനാണ്. 360 ഡിഗ്രി എന്ന് പറയും. റേഡിയൻ മെഷറിൽ 2π റേഡിയൻ എന്ന് പറയും. ഇനി അടുത്ത് നമ്മൾ പറയുന്ന ആംഗുലാർ വെലോസിറ്റിയാണ്. ആംഗുലർ വെലോസിറ്റി നമ്മൾ ഒമേഗ എന്ന് പറയും. ഡബ്ല്യു പോലെ എഴുതുന്ന സിമ്പിൾ ആകട്ടെ. ആംഗുലർ വെലോസിറ്റി ഒമേഗ. ദ റേറ്റ് ഓഫ് ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ആൻ ഓബ്ജക്റ്റ് ഈസ് കോൾഡ് ആംഗുലർ വെലോസിറ്റി ഓർ ആംഗുലർ ഫ്രീക്വൻസി. ആംഗുലർ വെലോസിറ്റിയെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ആംഗുലർ ഫ്രീക്വൻസി. അപ്പോൾ ഒമേഗ ആംഗിൾ ഡിസ്ക്രൈബ്ഡ് പെർ സെക്കൻഡ്. ദ റേറ്റ് ഓഫ് ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ്, ഒരു സെക്കൻഡിൽ റേഡിയസ് വെക്റ്റർ അവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ, അതിനെയാണ് നമ്മൾ ആംഗുലാർ വെലോസിറ്റി എന്ന് പറയുന്നത്. ആംഗുലാർ വെലോസിറ്റിയെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ആംഗുലാർ ഫ്രീക്വൻസി. അപ്പം അത് നമ്മൾ ഒമേഗ ഡി തീറ്റ ബൈ ഡി ടി എഴുതുന്ന രീതിയുണ്ട്. അത് മാത്തമാറ്റിക്സ് നമ്മൾ കാൽക്കുലസിൽ ഐഡിയ കൊടുക്കും. ഇഫ് ദ റേഡിയസ് വെക്റ്റർ സ്വീപ്സ് ഔട്ട് ആൻ ആംഗിൾ ഡെൽറ്റ തീറ്റ ഇൻ റേഡിയൻ ഇൻ എ ടൈം ഡെൽറ്റ ടി, then the angular velocity is given by omega equal to limit delta t tends to 0. Delta theta by delta t is equal to d theta by dt radian second raised to -1. അത് കാൽക്കുലസ് റൊട്ടേഷനാണ്. ഇപ്പോൾ ഒമേഗ ശരിക്കും തീറ്റ ബൈ ടി തന്നെയാണ്. പക്ഷേ സ്മോൾ ആംഗിളാണ്, സ്മോൾ ടൈം ആണെങ്കിൽ ഇങ്ങനെ മാത്തമാറ്റിക്സിൽ രീതിയുണ്ട്. ഡിഫറൻഷ്യൽ കാൽക്കുലസിൽ ഇങ്ങനെ രീതിയുണ്ട്. ഡി തീറ്റ ബൈ ഡി ടി എഴുതുന്നത് ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ ടി എന്നാണ്. അപ്പോൾ ആ റിലേഷൻ ഓർത്തില്ലെങ്കിൽ കുഴപ്പമില്ല. ഒമേഗ ഇസ് ഡി തീറ്റ ബൈ ഡി ടി റേഡിയൻസ് സെക്കൻഡ് റേസ് ടു -1 എഴുതിയാൽ മതി. റേഡിയൻസ് പെർ സെക്കൻഡ്. ഇഫ് ഡി തീറ്റ ഇസ് ദി സ്മോൾ ആംഗിൾ ഡിസ്ക്രൈബ്ഡ് ഇൻ എ ടൈം ഡി ടി സെക്കൻഡ്, ഒമേഗ ഇസ് ഡി തീറ്റ ബൈ ഡി ടി റേഡിയൻസ് സെക്കൻഡ് റേസ് ടു -1. For an object in uniform circular motion, if t is period, then in t second, the radius vector sweeps out an angle of 2π radian. Therefore, in 1 second, it sweeps out an angle 2π by t. That is angular velocity of the object to omega is equal to 2π by t. അപ്പോൾ ഒമേഗ 2π by t എന്നുള്ള റിലേഷനാണ് പീരിയഡിറ്റിയും ഒമേഗയും തമ്മിലുള്ള റിലേഷൻ. പീരിയഡിറ്റി എന്ന് പറഞ്ഞാൽ ആംഗിൾ ഡിസ്ക്രൈബ്ഡ്, പീരിയഡിറ്റി എന്ന് പറഞ്ഞാൽ is a time taken for one complete revolution, one complete circular motion. അപ്പോൾ ടി കൊണ്ട് 2π ഹരിച്ചാൽ നമുക്ക് ഒമേഗ കിട്ടും. അങ്ങനെയും പറയാം. അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ടി ഈസ് 2π ബൈ ഒമേഗ എന്ന് വരും. ഇനി 1/t നമ്മൾ ന്യൂ എന്ന് വിളിക്കും. ന്യൂ എന്നോ എഫ് എന്നോ എൻ എന്നോ വിളിക്കും, ഫ്രീക്വൻസി. അപ്പം അങ്ങനെ വിളിച്ചാൽ അവിടെ കൊടുക്കുകയാണെങ്കിൽ ഒമേഗ 2π ന്യൂ ഓർ 2π എഫ് ഓർ 2π n അങ്ങനെ പറയാറുള്ളൂ. നിങ്ങൾ +1 ക്ലാസ്സിൽ പഠിച്ചു കാണും. ഒമേഗ ഇസ് 2π ന്യൂ, 2π എഫ്, എല്ലായിടത്തും വരുന്ന റിലേഷനാണ് 2π n. അപ്പോൾ ഇവിടെ 3 പ്രധാനപ്പെട്ട റിലേഷനാണ്. ഒന്ന് ഈ ടി ഈസ് 2π ഒമേഗ, പിന്നെ 1/t ഈസ് ഈക്വൽ ടു ഫ്രീക്വൻസി ന്യൂ, ഒമേഗ ഈസ് 2π ന്യൂ ഓർ 2π n. അപ്പോൾ ഇതിൻ്റെ കൂടെ ചോദിക്കുന്നത് മറ്റൊരു ചോദ്യമാണ് relation between linear velocity and angular velocity. Relation between linear velocity v and angular velocity omega. അതിന് നമ്മളൊരു പടം ഒന്ന് കാണണം. ഇതാണ് ഇതിൻ്റെ ചിത്രം. ഒരു ഒബ്ജക്റ്റ്, ഒരു പാർട്ടിക്കിൾ പി എയിലിരിക്കുകയാണ്. അല്പം കഴിയുമ്പോൾ അത് ബിയിലെത്തും. അവിടെ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ് ഉണ്ട്. തീറ്റയാണ് ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ്, ആർ റേഡിയസ് വെക്റ്റർ. അപ്പോൾ ഇവിടെ നമ്മൾ റിലേഷൻ പറയാൻ പോലെ വി ഈസ് ആർ ഒമേഗ എന്ന റിലേഷൻ ഉണ്ട്. അത് പറയുകയാണ് നമ്മൾ. റിലേഷൻ ബിറ്റ്വീൻ കണക്റ്റിംഗ് ലീനിയർ വെലോസിറ്റി വി ആൻഡ് ആംഗുലർ വെലോസിറ്റി ഒമേഗ. കൺസിഡർ എ പാർട്ടിക്കിൾ പി സർക്കുലേറ്റിംഗ് അറൗണ്ട് എ പോയിന്റ് വിത്ത് റേഡിയസ് വെക്റ്റർ ആർ. ലെറ്റ് എക്സ് ബി ദി ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് തീറ്റ എന്നുള്ളത് നമ്മൾ സിമ്പിൾ കൊടുത്താൽ മതി. തീറ്റ ഇത് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് ദാറ്റ് ഈസ് ഓൺ ദി ഫിഗർ. ഇൻ ദ ഫിഗർ എക്സ് ഈസ് ഈക്വൽ ആർ തീറ്റ. അങ്ങനെയാണല്ലോ, എക്സ് ഈസ് ആർ തീറ്റ ആണ്. അതായത് ആംഗിൾ ഈസ് ആർക്ക് ബൈ റേഡിയസ്. ആംഗിൾ തീറ്റ ഈസ് ആർക്ക് ബൈ റേഡിയസ് എന്നുള്ളത്
സർക്കുലർ റേഡിയൻ മെഷറിൽ നമ്മൾ പല സ്ഥലത്തും അളക്കുന്ന രീതിയാണ്. അപ്പോൾ ഇൻ ദ ഫിഗർ എക്സ് ഇസ് ആർ തീറ്റ സിൻസ് ആംഗിൾ തീറ്റ ഇസ് ആർക്ക് ബൈ റേഡിയസ് എക്സ് ബൈ ആർ. അപ്പോൾ അതിനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം വിത്ത് റെസ്പെക്ട് ടു ടി. ഡിഫറൻസിയേഷൻ അത് വളരെ സിമ്പിൾ. ഡി ബൈ ഡി ടി എന്ന ഓപ്പറേറ്റ് ചേർത്താൽ മതി. ആർ കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻ്റ് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യാനായിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യാറില്ല. അതിൽ മാറ്റിയിട്ട് വേരിയബിളാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡി എക്സ് ബൈ ഡി ടി ഇസ് ഈക്വൽ ടു ആർ കോൺസ്റ്റൻറ്റ് ആർ ഇൻറ്റു ഡി തീറ്റ ബൈ ഡി ടി. ഡി എക്സ് ബൈ ഡി ടി വെലോസിറ്റി എന്ന് പറയും. സോ വെലോസിറ്റി വി ഇസ് ഈക്വൽ ടു, വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ലീനിയർ വെലോസിറ്റി, ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 1 സെക്കൻഡ്. ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 1 സെക്കൻഡ് in a particular direction, that is linear velocity. So v is equal to r into d theta by dt is omega. So v is equal to r omega. V is equal to r omega is a relation connecting linear velocity v and angular velocity omega. R is the radius vector. അപ്പോൾ അതിലൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇങ്ങനെയാണ്, ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഡിഫൈൻ ആംഗുലർ വെലോസിറ്റി, ഒബ്റ്റെയിൻ റിലേഷൻ കണക്റ്റിംഗ് ലീനിയർ വെലോസിറ്റി ആൻഡ് ആംഗുലർ വെലോസിറ്റി. ഡെഫിനിഷൻ പറഞ്ഞിട്ട് ഡെഫിനിഷൻ കൊടുത്തിട്ട് നമ്മൾ മുകളിൽ പറഞ്ഞ കാൽക്കുലേഷൻ കാണിക്കണം. ഇനി ആംഗുലർ വെലോസിറ്റിയുടെ ഒരു പ്രോബ്ലമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് ഈ +2 കുട്ടികൾക്കാണെങ്കിൽ എൻ്റെ എൻട്രൻസിൻ്റെയൊക്കെ ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. വാട്ട് ഈസ് ദ ആംഗുലർ വെലോസിറ്റി ഓഫ് എ സെക്കൻഡ് ഹാൻഡ് ആൻഡ് എ മിനിറ്റ് ഹാൻഡ് ഓഫ് എ ക്ലോക്ക്. ഒരു ക്ലോക്കിൻ്റെ സെക്കൻഡ് സൂചിയുടെയും മിനിറ്റ് സൂചിയുടെയും ആംഗുലാർ സ്പീഡ് കണ്ടുപിടിക്കാൻ. അപ്പോൾ ഒമേഗ 2π/t ആണ് സെക്കൻഡ് ഹാൻഡ് ഒന്ന് കറങ്ങാനായിട്ട് എടുക്കുന്നത് നമുക്കറിയാം 60 സെക്കൻഡാണ്, 1 മിനിറ്റാണ്. അപ്പോൾ ഒമേഗ 2π/60 ദാറ്റ് ഈസ് 2 × 3.14/60 എന്ന് വരും. അപ്പോൾ അത് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഉത്തരം 0.1047 റേഡിയൻ സെക്കൻഡ് റൈസ് ടു -1. നമ്മൾ ഒമേഗ എഴുതുന്നത് റേഡിയൻ സെക്കൻഡ് റൈസ് ടു -1 എന്നുള്ള യൂണിറ്റാണ്. മിനിറ്റ് ഹാൻഡിൻ്റെ ആംഗുലാർ സ്പീഡ്, ആംഗുലാർ വെലോസിറ്റി അല്ലെങ്കിൽ ആംഗുലാർ ഫ്രീക്വൻസി എന്താണ്? അതൊന്ന് ഇറങ്ങാൻ എടുക്കുന്നത് 60 മിനിറ്റാണ്, 1 മണിക്കൂറാണ്. അപ്പോൾ 60 സെക്കൻഡ്, 60 × 60 സെക്കൻഡ്. ദെയർഫോർ ഒമേഗ ഇസ് 2π/t. 2 × 3.14/60 × 60 that is equal to 0.0017 radians second raised to -1. അപ്പോൾ ഇനി നേരെ മറിച്ച് ഇത് ഒരു പിന്നെ അവർ ഹാൻഡ് ആണ് ചോദിക്കുന്നതെങ്കിൽ മണിക്കൂർ സൂചിയാണെങ്കിൽ എഴുതുന്നത് നമ്മൾ 2 × π 3.14 അവർ ഹാൻഡ് ആകുമ്പോൾ 24 വരും താഴെ, 24 × 60 × 60 അങ്ങനെ വരും. അവർ ഹാൻഡ് ആണെങ്കിൽ 2 × 3.14/24 × 60 × 60. 24 അല്ലല്ലോ, 12, കാരണം 2 പ്രാവശ്യം നടക്കും. 12 മണിക്കൂർ മതി, 12 മണിക്കൂർ. അവർ ഹാൻഡ് ആകുമ്പോൾ താഴെ 12 എടുത്താൽ മതി, 12 × 60 × 60, കാരണം 12 മണിക്കൂർ കൊണ്ട് അവർ ഹാൻഡ് ഒന്ന് ഇറങ്ങിയിരിക്കും. അപ്പോൾ അതാണ് ആ ക്വസ്റ്റിൻ്റെ ആൻസർ. നമ്മുടെ ഫസ്റ്റ് ക്ലാസ് വളരെ ചെറിയൊരു ക്ലാസ് ആയിട്ട് നമ്മളിവിടെ ഫിനിഷ് ചെയ്യണം. യു വെയിറ്റ് ഫോർ സെക്കൻഡ് ക്ലാസ്. വി കണ്ടിന്യൂ our classes. Thank you very much.